കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, കമ്പനി ബോർഡ് LGS വേക്കൻസി നോക്കുമ്പോൾ രണ്ടും കൂടുതലാണ്. മൊത്തത്തിലൊരു കൺഫ്യൂഷൻ ആണല്ലോ. ഏതിന് പഠിക്കണം? മക്കളെ, ഈ ഒരു സംശയം നിങ്ങൾക്കുണ്ടോ? അതായത് ഏത് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം? കമ്പനി ബോർഡ് അസിസ്റ്റന്റും വരാൻ പോവുകയാണ്, കമ്പനി ബോർഡ് LGSും വരാൻ പോവുകയാണ്. രണ്ടിന്റെയും ക്വാളിഫിക്കേഷൻ നോക്കുമ്പോൾ ഒന്ന് ഡിഗ്രി ലെവലാണ്, ഒന്ന് 7th ലെവലാണ്. പക്ഷേ ഡിഗ്രി ഉള്ളവർക്ക് രണ്ടിലും എന്ത് ചെയ്യാൻ പറ്റും? അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും, പഠിക്കാൻ പറ്റും. അപ്പൊ ഏത് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതാണ് നല്ലത്? അതോ രണ്ട് എക്സാമിനും വേണ്ടി പ്രിപ്പയർ ചെയ്യണോ? അങ്ങനെയാണെങ്കിൽ അതിന് സിലബസ് ഒന്നാണോ? ഇങ്ങനെ കുറെ സംശയങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടായിരിക്കും. മക്കളെ, നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. അതായത് കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, കമ്പനി ബോർഡ് LGS, ഈ രണ്ട് എക്സാമുകളും ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാകും. ഈ അസിസ്റ്റന്റ് ആയിക്കോട്ടെ, LGS ആയിക്കോട്ടെ, ഇത് ഡിഗ്രി ലെവൽ പോസ്റ്റ് ആണ് അല്ലേ? നിങ്ങൾക്കറിയാം, ഡിഗ്രി ലെവലിലുള്ള ഒരു ക്വാളിഫിക്കേഷൻ ആണ് അസിസ്റ്റന്റിൽ വരിക. LGS ആണ് എങ്കിൽ അതൊരു 7th ക്വാളിഫിക്കേഷൻ വരുന്ന ഒരു പോസ്റ്റ് ആണ് അല്ലേ? 7th ക്വാളിഫിക്കേഷൻ വരുന്ന ഒരു പോസ്റ്റ് ആണ്. പക്ഷേ ഇവിടെ ഡിഗ്രി ഉള്ളവർക്കും ഈ എക്സാമിനേഷൻ എഴുതാൻ പറ്റുമെന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എവിടെയുണ്ട്? കമ്പനി ബോർഡ് LGSലുണ്ട്. ഇനിയും കമ്പനി ബോർഡ് അസിസ്റ്റന്റിലേക്ക് വരുമ്പോൾ ഇതിനൊരു പ്രിലിമിനറി എക്സാം ഉണ്ട്. അതായത് നമ്മൾ നോക്കിയാൽ ഇതിന്റെ 2 ഘട്ടമായിട്ടാണ് എക്സാം നടക്കുക. 2025 ലാസ്റ്റിലേക്ക് നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം. അതിപ്പോൾ കമ്പനി ബോർഡ് LGS ആണെങ്കിലും അസിസ്റ്റന്റ് ആണെങ്കിലും 2025 ലാസ്റ്റിലേക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെയാണെങ്കിൽ 2/1/1989 എന്ന് പറയുന്ന ഒരു ഏജ് ലിമിറ്റിലായിരിക്കും എന്ത് ചെയ്യാൻ പറ്റുക? അപ്ലൈ ചെയ്യാൻ പറ്റുക. ജനറൽ കാറ്റഗറിക്ക് 3 വർഷം, OBCക്ക് റിലാക്സേഷൻ വരും, SC/ST ആണെങ്കിൽ 5 വർഷത്തെ റിലാക്സേഷൻ കിട്ടും. ഓക്കെ, എന്തുമായിക്കോട്ടെ. ഇവിടെ 2 ഘട്ടമായിട്ടാണ് അസിസ്റ്റന്റിന്റെ എക്സാം നടക്കാൻ പോകുന്നത്. അതിന്റെ ഒന്നാം ഘട്ടം എന്ന് പറയുന്നത് ഏതാണ്ട് 2026 മെയ് ജൂൺ മാസങ്ങളിലേക്കാണ് എക്സാം നടക്കുക. 2026 മെയ് ജൂൺ മാസങ്ങളിലേക്കാണ് ഒന്നാം ഘട്ടത്തെ എക്സാം ഉണ്ടാവുക. അതായത് പ്രിലിമിനറി എക്സാം നോക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ നിലവിൽ അത് ഓഗസ്റ്റ് മാസമാണ്. നമുക്കൊരു സെപ്റ്റംബർ മാസം തൊട്ട് പിടിച്ചാൽ സെപ്റ്റംബർ ഉണ്ട്, ഒക്ടോബർ ഉണ്ട്, നവംബർ ഉണ്ട്, ഡിസംബർ ഉണ്ട്, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, അങ്ങനെയാണെങ്കിൽ ഏകദേശം 8-8.5 മാസത്തോളം നമുക്ക് എന്താണ് പ്രിപ്പറേഷന് വേണ്ടി കിട്ടുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് മെയിൻസ് ആണ് വരുന്നതെങ്കിലോ 2026 സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിലേക്കായിരിക്കും മെയിൻസ് വരിക. ഇവിടെ കമ്പനി ബോർഡ് അസിസ്റ്റന്റിനോടൊപ്പം തന്നെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് നടക്കാനിരിക്കുകയാണ്, സബ് ഇൻസ്പെക്ടർ നടക്കാനിരിക്കുകയാണ്, എക്സൈസ് ഇൻസ്പെക്ടർ, അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ, അങ്ങനെ ഒരുപാട് ഡിഗ്രി ലെവൽ നോട്ടിഫിക്കേഷൻസ് വരുന്നുണ്ട്. ഇവിടെ LGS ആണെങ്കിലോ LGSന്റെ കൂടെ ആണ് VFA വരാനിരിക്കുന്നത്. അതേപോലെ തന്നെ ബെബ്കോ LD അല്ലെ, BFA ഉണ്ട്, ബെബ്കോ LD ഉണ്ട്, ബെബ്കോ LDയുടെ നോട്ടിഫിക്കേഷൻ വരാനിരിക്കുകയാണ്. ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന 10th ലെവൽ 7th ലെവൽ ക്വാളിഫിക്കേഷനിലെ എക്സാമുകളായിട്ട് നടക്കാൻ പോകുന്നുണ്ട്. അപ്പൊ എപ്പോഴത്തേക്കാണ് രണ്ടിന്റെയും നോട്ടിഫിക്കേഷൻ വരിക എന്നുള്ളതിന്റെ ഒരു ധാരണ കിട്ടി. ഏകദേശം ഒരേപോലെ നോട്ടിഫിക്കേഷൻ വരും. ശരി, ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ നോക്കിയാൽ 609/2021 എന്ന കാറ്റഗറി നമ്പറിലാണ് LGSന്റെ, അതായത് കമ്പനി ബോർഡ് LGS എന്ന് പറയുന്ന വേരിയസ് കമ്പനി ബോർഡുകളിലേക്കുള്ള ലാസ്റ്റ് ഗ്രേഡ് സർവന്റിന്റെ നോട്ടിഫിക്കേഷൻ വന്നത്. ഈ നോട്ടിഫിക്കേഷൻ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതിന്റെ റാങ്ക് ലിസ്റ്റ് ആണ് ഇത്. റാങ്ക് ലിസ്റ്റ് പ്രകാരം 12/1/2024 ഇതിന്റെ റാങ്ക് ലിസ്റ്റ് വന്നത്. നോക്കിക്കോടാ, 12/1/2024. അങ്ങനെയാണെങ്കിൽ ഈ റാങ്ക് ലിസ്റ്റ് എപ്പോഴാണ് തീരാൻ പോകുന്നത്? 12/1/2027 അല്ലേ? 3 വർഷമല്ലേ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി? 3 വർഷമല്ലേ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി? 12/1/2027 ഈ റാങ്ക് ലിസ്റ്റ് തീരാൻ പോവുക. അങ്ങനെയാണെങ്കിൽ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ സ്വാഭാവികമായിട്ടും 2025 ലാസ്റ്റിലേക്ക് നോട്ടിഫിക്കേഷൻ വരണം. അവിടെയും 2026 പ്രിലിമിനറി എക്സാമിനേഷൻ നടത്തേണ്ടി വരുന്നു. ഈ പ്രിലിമിനറി എക്സാമിന് ശേഷം 2026 തന്നെ മെയിൻസ് എക്സാമിനേഷൻ നടത്തി 2027 ജനുവരി മാസം 12-ാം തീയതിയോടുകൂടി എന്ത് പബ്ലിഷ് ചെയ്യണം? പുതിയ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യണം. അപ്പൊ ഇതേ രീതിയിൽ തന്നെയായിരിക്കും എന്ത് പോവുക? ഈ ഒരു എക്സാമിന്റെ പാറ്റേണും പോവേണ്ടത് അല്ലെ? എക്സാം നടക്കേണ്ട സാഹചര്യങ്ങൾ പോവേണ്ടത്. ശരി, ഇനി കുറച്ചുകൂടെ നമ്മൾ നോക്കിയാൽ ഇത് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറി അല്ലെങ്കിൽ അവിടെ നിന്നുള്ള കമ്പനി ബോർഡ് അസിസ്റ്റന്റ് നിയമന നിലയാണ്. നമുക്കറിയാം, കമ്പനി ബോർഡ് അസിസ്റ്റന്റ് 2 നോട്ടിഫിക്കേഷനുകളായിട്ടാണ് വരിക. ഒന്ന്, പ്രധാനപ്പെട്ട പ്രോഫിറ്റബിൾ ആയിട്ടുള്ള KSFE പോലെയുള്ള KSEB പോലെയുള്ള കാര്യങ്ങളുണ്ടല്ലോ, KSFE അതേപോലെ KSEB ഒക്കെ വരുന്ന ഒന്നാമത്തെ കാറ്റഗറിയും, രണ്ടാമത്തെ കാറ്റഗറി അത്യാവശ്യം താരതമ്യേന പ്രോഫിറ്റബിൾ അല്ലാത്ത KSRTC പോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരിക. KSRTC പോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരിക. ഈ പറയുന്ന രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ വരിക. ഇതിൽ നോക്കിയാൽ ഇത് രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ ആണ്. KSRTC പോലെ നമ്മുടെ കെൽട്രോൺ പോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരിക. ഇവിടെ ഇതുവരെ 769 വേക്കൻസികളാണ് പോയിട്ടുള്ളത്. നമ്മുടെ ഹെൽത്ത് ലോഡ് വർക്കേഴ്സ് ഒക്കെ ഉൾപ്പെടുന്നത് ഇവിടെയാണ്. 769 അഡ്വൈസുകളാണ് പോയിട്ടുള്ളത്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ഓപ്പൺ കാറ്റഗറി 766 റാങ്ക് പോയിട്ടുണ്ട്. ഈഴവയാണെങ്കിൽ 783 പോയിട്ടുണ്ട്. ദെൻ SC/ST ഒക്കെ സപ്ലി പോയിട്ടുണ്ട്. ഇവിടെ EWS പരിശോധിച്ചാൽ 781 പോയിട്ടുണ്ടെന്ന് കാണാൻ പറ്റും. ആകെ 760
769 അഡ്വൈസുകൾ ഇവിടെ പോയിട്ടുണ്ട്, ഈ പറയുന്ന കാറ്റഗറിയിൽ പോയിട്ടുണ്ട്. ഇതിന്റെ റാങ്ക് ലിസ്റ്റ് എന്ന് തീരും? ഇതിന്റെ റാങ്ക് ലിസ്റ്റ് വന്നത് 29/1/2024. അങ്ങനെയാണ് എങ്കിൽ 28/1/2027 വരെയാണ് റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി. അതായത് നമ്മൾ LGSൽ പറഞ്ഞില്ലേ, അതേപോലെ തന്നെയാണ് ഇവിടെയും ആദ്യ മാസം തന്നെയാണ് റാങ്ക് ലിസ്റ്റ് വരേണ്ടത്. ക്ലിയർ അല്ലേ? അപ്പൊ ഇവിടെ 769. ഇനി അടുത്ത് നോക്കിയടാ, അസിസ്റ്റന്റിന്റെ തന്നെ രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ 1617 പോയിട്ടുള്ളത്. ഇവിടെയാണ് എന്ത് വരിക? KSFE ആയിക്കോട്ടെ, KSEB ആയിക്കോട്ടെ, KMML ആയിക്കോട്ടെ. KMML ഒക്കെ ഏതാണ്ട് 50,000-ത്തിനടുത്ത് സാലറി കിട്ടുന്ന സ്ഥാപനമാണ്. ഓക്കെ, കെൽട്രോണിന്റെ ചില ഷിഫ്റ്റുകൾ ആയിക്കോട്ടെ, KCDC ആയിക്കോട്ടെ, ഇതൊക്കെ മലബാർ സിമന്റ്സ് ആയിക്കോട്ടെ, ഇതൊക്കെ വരുന്ന എവിടെയാണ്? ഈ ഒരു നോട്ടിഫിക്കേഷനിലാണ്. ഇവിടെയും 1617 അഡ്വൈസ് പോയിട്ടുണ്ട്. അതായത് അവിടെ OC ആണെങ്കിൽ 1307 പോയിട്ടുണ്ട്, മുസ്ലിം ആണെങ്കിൽ 2077 പോയി, രണ്ടും SC ST സപ്ലിന്ന് പോയിട്ടുണ്ട്. ഇത് രണ്ടും കൂടി ഒന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ 2386 അഡ്വൈസ് എവിടെ പോയിട്ടുണ്ട്? ഈ രണ്ടിൽ നിന്നും അസിസ്റ്റന്റിൽ പോയിട്ടുണ്ട് 2386 അഡ്വൈസ്. ഓക്കെ, അതായത് ഇപ്പൊ റാങ്ക് ലിസ്റ്റ് തീരാനായിട്ട് ഇനിയും ഏകദേശം 1 ഏതാണ്ട് 1 വർഷവും 3 മാസത്തോളം റാങ്ക് ലിസ്റ്റ് തീരാനുണ്ട്. അപ്പൊ തന്നെ 2386 അഡ്വൈസുകൾ എവിടെ നിന്ന് പോയി? ഈ അസിസ്റ്റന്റ്, കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന ഡിഗ്രി ലെവൽ നോട്ടിഫിക്കേഷന് പോയിട്ടുണ്ട്. ഇനി നേരെ നമ്മൾ LGSന്റെ കാര്യത്തിലേക്ക് വന്നാൽ, വേരിയസ് കമ്പനി ബോർഡ് LGSന്റെ കേസിലേക്ക് വന്നാൽ, റാങ്ക് ലിസ്റ്റ് 12/1/2024 വന്നു. 1.5 വർഷം റാങ്ക് ലിസ്റ്റ് പൂർത്തിയായി. ഓക്കെ, 1.5 വർഷം റാങ്ക് ലിസ്റ്റ് പൂർത്തിയായി. ഇനിയും 1.5 വർഷമാണ് റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി ഉള്ളത്. 2207 പേരോളം എന്ത് ചെയ്തിട്ടുണ്ട്? ഇതിൽ പുറത്ത ആളുകൾ 2024/5/2025 ലാസ്റ്റ് അഡ്വൈസ് പോയതായിട്ട് കാണിക്കുന്നത്. അപ്പൊ ഇതിൽ കൂടുതൽ ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടുന്നും കിട്ടിപ്പോയിട്ടുണ്ട്. 2207 ആളുകൾ അഡ്വൈസ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ രണ്ടും കൂടി നോക്കിയാൽ 2000-ലധികം അഡ്വൈസുകൾ ഈ രണ്ടിൽ നിന്നും പോയിട്ടുണ്ട്. അപ്പൊ അഡ്വൈസിന്റെ വിധത്തിൽ നോക്കിയാൽ അത്യാവശ്യം നല്ല അഡ്വൈസ് നടക്കുന്ന, അതായത് റാങ്ക് ലിസ്റ്റ് തീരുമ്പോഴത്തേക്കും 3000-ലധികം അഡ്വൈസുകൾ ഉണ്ടാവാൻ പോകുന്ന റാങ്ക് ലിസ്റ്റുകളാണ് ഈ രണ്ട് റാങ്ക് ലിസ്റ്റും. ഓക്കെ, അസിസ്റ്റന്റ് ആയിക്കോട്ടെ, LGS ആയിക്കോട്ടെ. അപ്പൊ പഠിച്ചാൽ രണ്ടിനും പ്രയോജനമുണ്ട്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാ പഠിക്കേണ്ടത്? നമ്മൾ ഡിഗ്രി ലെവൽ കോമൺ പ്രിലിമിനറി എക്സാമിനേഷൻ നോക്കുകയാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് ഹിസ്റ്ററി ഉണ്ട്, ജോഗ്രഫി ഉണ്ട്, എക്കണോമിക്സ് ഉണ്ട്, സിവിക്സ് ഉണ്ട്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ, കൾച്ചർ, സ്പോർട്സ് ഉണ്ട്, ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ഉണ്ട്, സയൻസ് ആൻഡ് ടെക്നോളജി ഉണ്ട്, അതേപോലെ തന്നെ മാത്സ്, ജനറൽ ഇംഗ്ലീഷ്, മലയാളം, ഇത്രയും ടോപ്പിക്കുകളാണുള്ളത്. ഇവിടുന്ന് ആകെ 100 ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് പ്രിലിംസിന് വരിക. അതിൽ 50 മാർക്കിന്റെ ചോദ്യങ്ങൾ വരുന്നത് എവിടുന്നാണ്? ഈ പറയുന്ന മാത്സ്, ഇംഗ്ലീഷ്, മലയാളം എന്ന് പറയുന്ന കാറ്റഗറിയിൽ നിന്നാണ് 50 ചോദ്യങ്ങൾ വരിക. ബാക്കിയാണ് എവിടെ വരിക? മറ്റു ഭാഗങ്ങളിൽ നിന്ന് വരിക. ഇനി നിങ്ങൾ LGSന്റെ ആണ് സിലബസ് പരിശോധിക്കുന്നതെങ്കിൽ ഇത് മുഖ്യ പരീക്ഷയുടെ സിലബസ് ആണ്. ഏകദേശം ഇതേപോലെ നിങ്ങൾക്ക് പ്രിലിമിനറിയുടെ സിലബസ് വരാം. ഇവിടെ പൊതുവിജ്ഞാനത്തിന് 40 മാർക്കുണ്ട്. ഈ പൊതുവിജ്ഞാനത്തിൽ നിങ്ങൾക്ക് ഹിസ്റ്ററിയിൽ നിന്ന് പഠിക്കേണ്ടതായിട്ട് വരും, ഭരണഘടനയിൽ നിന്ന് പഠിക്കേണ്ടതായിട്ട് വരും, അല്ലെ, കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് പഠിക്കേണ്ടി വരും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ജോഗ്രഫി പഠിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്, ജോഗ്രഫിയിൽ നിന്ന് പഠിക്കണം. ഓക്കെ, എക്കണോമിക്സിന്റെ കുറച്ച് ഭാഗങ്ങൾ പഠിക്കണം. അതൊക്കെ പൊതുവിജ്ഞാനത്തിലുണ്ട്. ദെൻ ആനുകാലികത്തിലേക്ക് വന്നാൽ അവിടെ 20 മാർക്കാണ്. പക്ഷെ ഇത് ഡിഗ്രിക്ക് എന്തില്ല, ആനുകാലികം എന്ന് പറഞ്ഞുകൊണ്ട് സെപ്പറേറ്റ് ആയിട്ടൊരു ഭാഗമില്ല. പക്ഷെ നിങ്ങൾക്ക് 5 മുതൽ 10 ചോദ്യങ്ങൾ വരെ ആനുകാലികത്തിൽ നിന്ന് ഡിഗ്രി പ്രിലിംസിനും കയറി വന്നേക്കാം. ഓക്കെ, ഇവിടെ 20 മാർക്കുണ്ട്, അഡ്വാൻറ്റേജ് കൂടുതലാണ്. ദെൻ സയൻസ് വിഷയങ്ങൾക്ക് 10 മാർക്കുണ്ട്. എന്നാൽ ഡിഗ്രി പ്രിലിമിനറി പരീക്ഷയ്ക്ക് എന്തില്ല, സയൻസ് വിഷയങ്ങളായിട്ട് നിങ്ങൾക്ക് പഠിക്കേണ്ട, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പഠിക്കേണ്ട. പകരം എന്താ, സയൻസ് ആൻഡ് ടെക്നോളജിയാണ്. അപ്പൊ കുറച്ച് കാര്യങ്ങൾ സയൻസിൽ നിന്ന് എന്ത് ചെയ്യേണ്ടി വരും, പഠിക്കേണ്ടി വരും. പക്ഷെ ഇവിടെ 10 മാർക്കാണ് പ്രപ്പോർഷൻ. പൊതുവിജ്ഞാനം എന്ന് പറഞ്ഞുകൊണ്ട് സെപ്പറേറ്റ് ആയിട്ട് ബയോളജിക്ക് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ട്? 10 മാർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ മൊത്തത്തിൽ 20 മാർക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയിൽ നിന്നുണ്ട്. എന്നാൽ നമുക്ക് അവിടെ എന്തില്ല, നമുക്ക് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറഞ്ഞുകൊണ്ട് 5 മാർക്കേ ഉള്ളൂ. ഇനി ലഘു ഗണിതം ഇവിടെയും അവിടെയും എത്ര തന്നെയാണ്? അസിസ്റ്റന്റിലും LGSലും 20 മാർക്ക് തന്നെയാണ്. ഇംഗ്ലീഷോ മലയാളമോ നിങ്ങളിവിടെ പഠിക്കേണ്ടതില്ല. അപ്പൊ മൊത്തത്തിലൊന്ന് നോക്കിയാൽ ഈ 2 എക്സാമിനും വേണ്ടി പ്രിപ്പയർ ചെയ്താൽ നിങ്ങൾക്ക് നല്ലത് തന്നെയല്ലേ? 2 എക്സാമിനും വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത് നല്ലത് തന്നെയല്ലേ? എന്ന് പറഞ്ഞാൽ കമ്പനി ബോർഡ് അസിസ്റ്റന്റിന് പഠിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമ്പനി ബോർഡ് LGS പഠിക്കാൻ പറ്റും. ഇവിടെ കുറച്ചുകൂടി എന്താണ് താഴെ ബേസിക് ലെവലുള്ള കാര്യങ്ങൾ കൂടി നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഈ 2 എക്സാം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലിയർ ചെയ്യാൻ പറ്റും. വലിയ വ്യത്യാസമൊന്നുമില്ല, സിലബസുകൾ തമ്മിലില്ല. ഇനി ഇത് രണ്ടും കൂടി ഒരുമിച്ച് പഠിക്കണമെന്ന് പറയുന്നതിന്റെ കാരണം ഏതാണ്ട് 8 മുതൽ 9 മാസം വരെ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ സമയം കിട്ടും എന്നുള്ളത് കൊണ്ടാണ്. ഓക്കെ, 2 എക്സാമിനും വേണ്ടി നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള സമയം നിങ്ങളുടെ മുൻപിലുണ്ട്. ആ സമയത്തെ മാക്സിമം വിനിയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, 2 എക്സാമുകൾക്കും വേണ്ടി പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റും. അതിനുള്ള സമയവും നിങ്ങളുടെ മുൻപിലുണ്ട്. ആ സമയത്തെ നിങ്ങൾ മാക്സിമം പ്രയോജനപ്പെടുത്തുക. അപ്പൊ അസിസ്റ്റന്റ് വേണോ LGS വേണോ എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ ഒറ്റ കാര്യം പറയത്തുള്ളൂ, മക്കളെ, നിങ്ങൾ ഡിഗ്രി ഉള്ളവരാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ 2 എക്സാമുകളും എഴുതാൻ പറ്റും. 2 എക്സാമുകൾക്കും വേണ്ടി പഠിക്കുക. അസിസ്റ്റന്റ് ആണ് കിട്ടേണ്ടത്, തീർച്ചയായിട്ടും നിങ്ങൾക്ക് അസിസ്റ്റന്റിനെ കിട്ടട്ടെ. എന്നാൽ LGSും കൂടി എന്ത് ചെയ്തേക്കുക, അതിന്റെ കൂടെ നിങ്ങൾ പഠിച്ചേക്കുക. അപ്പൊ 10th ലെവൽ 7th ലെവൽ ക്വാളിഫിക്കേഷൻ ഉള്ള പരീക്ഷകൾ
അസിസ്റ്റന്റ് പഠിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് കോൺഫിഡൻ്റ് ആയിട്ട് ഏതെങ്കിലും ഒന്ന് എനിക്ക് തീർച്ചയായിട്ടും കിട്ടിയിരിക്കും. നിങ്ങൾ തീർച്ചയായിട്ടും അസിസ്റ്റന്റ് കമ്പനി ബോർഡ് അസിസ്റ്റന്റിൽ ആദ്യത്തെ റാങ്ക് തന്നെ അടിക്കണം. അത് തന്നെയാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ കോമ്പറ്റീറ്റീവ് വേൾഡ് ആണ്. നിങ്ങൾക്ക് എന്തായാലും എന്ത് ചെയ്യാൻ പറ്റും, ഈ എക്സാമുകളെല്ലാം ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് 2 എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനായിട്ട് സമയമുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് സൂപ്പർ നോട്ട്സിൻ്റെ കമ്പനി ബോർഡ് അസിസ്റ്റന്റിന് വേണ്ടിയിട്ടുള്ള ബാച്ചിൽ നിങ്ങൾക്ക് LGSന് ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന ക്ലാസ്സുകൾ കൂടി എന്ത് ചെയ്യുന്നുണ്ട്, കിട്ടുന്നുണ്ട്. അതായത് കമ്പനി ബോർഡ് അസിസ്റ്റന്റിൽ നമുക്കറിയാം സിലബസ് അനുസരിച്ചിട്ട് ചില ടോപ്പിക്കുകൾ വ്യത്യാസമുണ്ട്, കമ്പനി ബോർഡ് LGSൽ നിന്ന് വ്യത്യാസമുണ്ട്. പക്ഷേ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ ടോപ്പിക്കുകൾ കൂടി, അതായത് ഈ പറയുന്ന ഫിസിക്സും അതേപോലെ തന്നെ കെമിസ്ട്രിയും ബയോളജിയും എക്സ്ട്രാ വരുന്ന ഭാഗമല്ലേ, ആ എക്സ്ട്രാ വരുന്ന ഭാഗങ്ങൾ നിങ്ങൾക്ക് തരും. അതേപോലെ തന്നെ കറണ്ട് അഫെയർ എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമുണ്ടല്ലോ, ആ കറണ്ട് അഫെയർ എന്ന് പറയുന്ന ഭാഗത്തെയും ക്ലാസ്സുകൾ നിങ്ങൾക്ക് തരും. അതിനോടൊപ്പം തന്നെ ബേസിക് ലെവലുള്ള കാര്യങ്ങൾ പഠിക്കാനായിട്ടുള്ള ബേസിക് ലെവലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും. അതായത് നിങ്ങൾ ഒറ്റ ഫീസിൽ ഒരു കോഴ്സിൽ, ഡിഗ്രി ലെവലിലെ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്താൽ 4,999 രൂപയാണ് ബാച്ചിൻ്റെ ഫീ. പക്ഷേ നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, LGSൻ്റെ ക്ലാസ്സുകളും നിങ്ങൾക്ക് VFAയുടെ ക്ലാസ്സുകളും അതേപോലെ തന്നെ ബെബ്കോയുടെ ക്ലാസ്സുകളും നിങ്ങൾക്ക് ഇതേ കോഴ്സിൽ നിന്ന് തന്നെ അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. ഇതാണ് ഈ ഒരു കോഴ്സിന്റെ പ്രത്യേകത. അപ്പോൾ നിങ്ങൾക്ക് വളരെ വേഗത്തിൽ തന്നെ ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. ഇനി വെയിറ്റ് ചെയ്യരുത്. കാരണം എന്താ, അത്രയും സമയം നമുക്ക് മുന്നിലുണ്ട്. ആ സമയം പഠിക്കേണ്ടതായിട്ടുമുണ്ട്. എങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ ഒരു സ്കോറിലേക്ക് എത്താൻ പറ്റുള്ളൂ. എത്രയും വേഗം നിങ്ങൾ 8281 223366 എന്ന് പറയുന്ന നമ്പറിലേക്ക് ബന്ധപ്പെടുക. സൂപ്പർ നോട്ട്സ് എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെ കാണും. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ഈ നമ്പറിൽ വിളിച്ച് ചോദിക്കാം. അഡ്മിഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ വിളിച്ച് ചോദിക്കാം. ഇത്തരത്തിലുള്ള സൗകര്യം മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ചെയ്തിരുന്നുണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല. കാരണം എന്താ, അസിസ്റ്റന്റിന്റെ ബാച്ചിൽ കയറിയാൽ തന്നെ നിങ്ങൾക്ക് 10th ലെവലിൽ സെപ്പറേറ്റ് ഫീസ് കൊടുത്ത് പഠിക്കേണ്ടതില്ല. ഒരുപാട് വ്യത്യസ്തപ്പെട്ട ക്ലാസ്സുകളൊന്നും കാണേണ്ടതില്ല. നിങ്ങൾക്ക് എന്താ, വളരെ ക്ലിയർ ആയിട്ട് ഈ 2 എക്സാമുകൾക്കും വേണ്ടി, അതായത് ഈ 2 ലെവലിലുള്ള എക്സാമുകൾക്കും വേണ്ടി പ്രിപ്പയർ ചെയ്യാനായിട്ട് ഒരു ബാച്ചിൽ നിന്ന് സാധിക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇവിടെ നിങ്ങൾക്ക് റെക്കോർഡഡ് ക്ലാസ്സുകൾ കിട്ടും. റെക്കോർഡഡ് ക്ലാസ്സുകളുടെ പ്രത്യേകത, നിങ്ങൾക്ക് സമയനഷ്ടം ഉണ്ടാവില്ല. കൃത്യമായിട്ടുള്ള കണ്ടന്റുകൾ നിങ്ങളിലേക്ക് എത്തും. അതേപോലെ തന്നെ ലൈവ് സെഷനുകൾ കാണും. ഈ ലൈവ് സെഷൻസിൽ നിങ്ങൾക്ക് MCQ ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് നിങ്ങളെ പഠിപ്പിക്കുകയാണ്. എങ്ങനെയാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ ഒരു ധാരണ നിങ്ങൾക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിലൂടെയും കിട്ടും. അത് അധ്യാപകർ നിങ്ങളിലേക്ക് എത്തിക്കും. ഇത് കൂടാതെ തന്നെ എക്സാമുകൾ, ഡെയിലി എക്സാംസ് കാണും. അതേപോലെ തന്നെ വീക്ക്ലി എക്സാമുകൾ ഉണ്ടായിരിക്കും. കഴിഞ്ഞിട്ടില്ല, നിങ്ങൾക്ക് ഒരു റിവിഷൻ എക്സാംസോ മറ്റു കാര്യങ്ങളൊക്കെ അവിടെ കിട്ടുന്നുണ്ടാവും. അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, എല്ലാ മൺഡേയ്സിലും അമൽ സാറിൻ്റെ നേതൃത്വത്തിലുള്ള ടീമിൻ്റെ ഒരു മെൻറ്റർഷിപ്പ് സപ്പോർട്ട് കിട്ടിയിരിക്കും. അതായത് വൈകുന്നേരം 6 മണിക്ക്, എല്ലാ മൺഡേയ്സിലും വൈകുന്നേരം 6 മണിക്ക് ഒരു മെൻറ്റർഷിപ്പ് സെഷൻ കിട്ടും. അതായത് നിങ്ങൾ എവിടെയെങ്കിലും വീണ് പോകുന്നുണ്ടെങ്കിൽ നിങ്ങളെ തിരിച്ചു പിടിച്ച് ആ ഒരു ജോലിയുടെ പാതയിലേക്ക് കൊണ്ടുവരാനായിട്ട് ഞങ്ങൾ നിങ്ങളോടൊപ്പം അക്ഷീണം പ്രയത്നിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ 8281 223366 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടുക. ബാച്ചിൽ ജോയിൻ ചെയ്യാം. അടിപൊളിയായിട്ട് പഠിച്ചു തുടങ്ങാം. 2026 മക്കളെ, നിങ്ങളുടെ വർഷമാണ്. താങ്ക് യു സോ മച്ച്.